ഇനി മേലിൽ ആരും ഇതുപോലെ ആവർത്തിക്കരുത്. എനിക്ക് പറയാനുള്ളത് ഇവനെയൊന്നും വെച്ചേക്കരുത്. പയ്യെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, പെട്ടെന്ന് കൊല്ലരുത്. തീർച്ചയായിട്ടും. അവൻ നിലവിലെ അപ്പച്ചൻ കാര്യം അറിഞ്ഞായിരുന്നല്ലോ, ഇഷ്യൂ, ആ കുഞ്ഞിന്റെ ഇഷ്യൂ അറിഞ്ഞായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരിക്കും അപ്പച്ചൻ്റെ ഒരു പ്രതികരണം തന്നെയായിരിക്കും ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇവനെയൊന്നും വെച്ചേക്കരുത്. പയ്യെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, പെട്ടെന്ന് കൊല്ലരുത്. തീർച്ചയായിട്ടും. അവനെന്തോ മാനസികമായിട്ട് എന്തോ അസുഖമുണ്ട്. അല്ലെങ്കിൽ ആ ആദ്യം കല്യാണം കഴിച്ച പെൺകൊച്ചിക്കാരെ അത് തലയടിച്ച് അതിൻ്റെ ബോധരഹിതനാക്കി ആവശ്യതയാക്കി അത് വിക്കി പറയാനായിട്ട് എനിക്കുണ്ട് കുഞ്ഞുങ്ങൾ. അതുപോലെ തന്നെ മറ്റേ ഈ കുഞ്ഞിനെ ഇഞ്ചിഞ്ചായിട്ട് നോയിച്ച് കൊന്നെന്ന് പറഞ്ഞു. അതെന്ത്, അത് 1.5 വയസ്സുള്ളത്, അത് മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. തീർച്ചയായിട്ടും. അത് കാരണം ഇവനെയൊക്കെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം, അത്രേ ഉള്ളൂ. ഒറ്റയടിക്ക് കൊല്ലരുത്, ശിക്ഷിക്കുകയും ചെയ്യരുത്. അപ്പം നമ്മുടെ ഇപ്പോഴത്തെ നിലവാരം വെച്ചിട്ട് ശിക്ഷ മേടിച്ച് കൊടുക്കണം. കഠിനമായ ശിക്ഷ. ഇനി മേലിൽ ആരും ഇതുപോലെ ആവർത്തിക്കരുത്. കാരണം നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ. നമ്മുടെ നിയമത്തിൽ ഭയം ഇല്ല അല്ലേ? അത് കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് ഇവനെ തൂക്കുകയർ കയറ്റുന്ന ഉറപ്പുണ്ടോ? കാരണം വീണ്ടും സംരക്ഷണം കൊടുക്കുമല്ലേ? കയർ കൊടുക്കണം. ഇതുപോലെ ജയിലിൽ എത്ര പേര് ചുമ്മാ കിടപ്പുണ്ട്. അത് പറ്റിയല്ല. ഇവനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലണം. ഇവൻ പുറലോകം കാണരുത്. അത്രേ ഉള്ളൂ. തൂക്കുകയർ കയറ്റുവെന്നുള്ളൂ. അത്രേ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഇതൊരു ശിക്ഷയായിരിക്കണം. ഓക്കെ. അപ്പോൾ പിന്നെ വേറെ അഭിപ്രായമുണ്ട്. ഈ മറ്റേ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഇ ഡി ഒരു അവിടെ വന്നായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം ഈ പുള്ളിക്കാരന് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുള്ളിക്ക് അത് സഹകരിക്കേണ്ടല്ലേ കാര്യമുള്ളൂ. തീർച്ചയായിട്ടും. ഒരു അതായത് കള്ളത്തരം ചെയ്യണമെങ്കിലും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കള്ളത്തരം ചെയ്തിട്ടുണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ ഈ അല്ലോ ശിക്ഷ കിട്ടട്ടെ. അതെ. പിന്നെ അതിന്റെ ഒപ്പം തന്നെ ഒരു വണ്ടി തല്ലി പിടിച്ചായിരുന്നല്ലോ, അതൊക്കെ എന്ത്? അപ്പോൾ ഈ മേലുദ്യോഗസ്ഥർ അതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു? ഒരു ആവശ്യമില്ല. അത് കാരണം ശരി കിട്ടിയല്ലേ. ഇപ്പൊ ഡൽഹിയിലല്ലേ അതിന്റെ കേസ്? ഡൽഹിയായിട്ട് മാറ്റിയേക്കുക. പോട്ടെ ആണല്ലേ? ഓക്കെ, താങ്ക് യു. ചേട്ടാ, നിലവിൽ ന്യൂസ് കണ്ടായിരുന്നല്ലോ ആ കുഞ്ഞു കൊച്ചിന്റെ കേസ് കേട്ട്. അപ്പോൾ ചേട്ടൻ അത് എങ്ങനെ നോക്കിക്കാണുന്നു? ചേട്ടൻ്റെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ ഞാൻ എൻ്റെ രീതിക്കാണ് അവനെയൊക്കെ ഉണ്ടല്ലോ ഭൂമിയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അവനൊക്കെ ഗൾഫിലൊക്കെ കാണിക്കല്ലേ, ഗൾഫിലും പുറം രാജ്യത്തൊക്കെ കണ്ട് നേരെ തട്ടി കൊന്നുകളെ. പറയുന്നല്ലോ ആൾക്കാരെ വെച്ച് വെട്ടിക്കൊല്ലു. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കരുത്. അപ്പോൾ ഞാൻ ചോദിക്കണം, നമ്മുടെ ഇപ്പം നിലവിൽ കേരളത്തിൽ ഭയമില്ല, നിയമത്തിൽ അത് വീണ്ടും വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്തോരം പേര് കുട്ടികളില്ലാതെയും ഈ പിള്ളേരില്ലാതെ അമ്പലത്തിൽ അവിടെ വേണം. തീർച്ചയായിട്ടും. ഇവർക്ക് വേണ്ടെങ്കിൽ ഇവർക്ക് ആ കുട്ടീനെ അവർക്ക് ആർക്കെങ്കിലും കൊടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കൊടുത്തോ. അതെ. ഇതിലൊക്കെ എന്തിനാണ് നിങ്ങൾക്ക് ചെയ്യണം? ഇവനൊക്കെ ഭൂമിയിൽ വെച്ചോണ്ട് ഇവിടെ ആ പെണ്ണിനെ അവനെ ഒന്ന് ഭൂമി വെച്ചോണ്ടിരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എന്നാ സ്പീഡപ്പ് ആക്കുമോ? ഇപ്പോൾ അധികാരത്തിക്ക് 2-3 ആഴ്ച ആയുള്ളൂ പുതിയ സർക്കാർ. ഓക്കെ. പക്ഷേ ഇത് സംരക്ഷണം വീണ്ടും കൊടുത്ത് ജയിലിൽ കൊണ്ടിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല നിങ്ങൾക്ക് തോന്നുന്നു? ഇത് ജയിലിൽ കൊണ്ട് ഇടിയുന്നതല്ല വേണ്ടത്. ഈ മറ്റേ ഇവിടെ ചെയ്തില്ലേ, പിന്നെ തിരുപ്പൂരോ ചെയ്തില്ലേ, വെടിവെച്ച് കൊന്നില്ലേ, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കൊല്ലാനുള്ള അങ്ങ് കൊന്നേക്കണേ. അത്രേ ഉള്ളൂ. അതാണ് മറുപടി. അല്ലാണ്ട് വേറെ ചെയ്യില്ല. ആ പിഞ്ചു കൊച്ചിന് എത്രേ അവൻ്റെ 56 പിന്നെ എന്നാ പറഞ്ഞ ആ കുട്ടിയുടെ ഇവിടം വഴിയോ ജനേന്ദ്രൻ വഴി ഒക്കെ ചെയ്ത് എന്ത് പുറപാടായിരുന്നു. അവനൊക്കെ ഭൂമി വെച്ചോണ്ടിരിക്കല്ലേ, അവനെ കൊല വിളിക്കണായിരുന്നു. അതെ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു മറുപടി കൊടുക്കാനുള്ള ഒരു എന്ന് പറഞ്ഞാൽ അവനെ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ചു കൊല്ലാനുള്ള ജനങ്ങളുടെ കയ്യിലോട്ട് കൊടുക്കാൻ. തീർച്ചയായിട്ടും ജനങ്ങളുടെ കൈ കൊടുക്കും. ഓക്കെ. എൻ്റെ ഒരു അഭിമുഖത്തെ വെച്ച് പറയുകയാണോ എൻ്റെ അഭിപ്രായം പൊതുവായിട്ട് എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ പറഞ്ഞതിന് ഞാൻ 100% യോജിക്കുന്നു. ചേട്ടനല്ല, ഈ കേരളം ഒന്നടങ്കം എല്ലാവരും തന്നെ ആഗ്രഹിക്കണത് ഈ മറുപടിക്ക് വേണ്ടി നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. ചേട്ടാ, ഒരു ചോദ്യോടെ, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര 15-ാം തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായം എന്തായിരിക്കും? അത് നമുക്ക് അഭിപ്രായമൊന്നുമില്ല. എന്നാലും ചേട്ടൻ സന്തോഷമാണോ അതിൽ? ഞാൻ ഒരു സന്തോഷമാണ്. അത് അങ്ങനെ നല്ല കാര്യം ആണല്ലേ? ഓക്കെ, താങ്ക് യു.